എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്കുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഈ 2024 അവസാന ദിനത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, നമ്മൾ സിമ്പിളായിട്ട് സപ്ലൈകോ എന്ന് പറയും. അതിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 23,000 മുതൽ 50,200 വരെയാണ് ഇതിന് സ്കെയിൽ പേ പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. 527/2024. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025. നമ്മളോട് പരിചയപ്പെടുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തെല്ലാമാണ് ഈ ഒരു PDF-ൽ പറയുന്ന കാര്യങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പറാണ് 527/2024. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 23,000 മുതൽ 50,200 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള വേക്കൻസിയാണ്. നമ്മൾ ഏത് ജില്ലയിലാണോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് ആ ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റ് ക്വാളിഫിക്കേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്ക് 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് 2/1/1988 1/1/2006 ഈ 2 ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവരാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യർ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഉയർന്ന പ്രായത്തിൽ സംവരണ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഇളവുകളും ഈ ഒരു തസ്തികയിലും നൽകിയിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റാണ് 18 മുതൽ 36 വയസ്സ് എന്ന് പറയുന്നത്. അതായത് 2024 ജനുവരി 1 അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ നോക്കുക. അതായത് ജനുവരി 1 ശേഷമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 36 വയസ്സ് കഴിയുന്നതെങ്കിൽ പ്രശ്നം വരില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒരു ചോദ്യത്തിന് ആവശ്യമില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ പ്രത്യേകം ഓർത്ത് വെക്കുക, 36 വയസ്സ് നിങ്ങൾക്ക് കഴിയുന്നത് ഈ പറയുന്ന 2024 ജനുവരി 1 ശേഷമാണെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ 2025 ജനുവരി മാസം 2-ാം തീയതിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 36 വയസ്സ് കഴിയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2025 വിളിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം PSC കണക്കാക്കുന്നത് 2025 ജനുവരി മാസം 1 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കണക്കാക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് സിമ്പിളാണ്. എന്താണ് SSLC അല്ലെങ്കിൽ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ്. ഇവിടെ SSLC അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയത്. നമുക്കറിയാം കേരള PSC ധാരാളം നോട്ടിഫിക്കേഷനുകൾ ഈ അവസാന സമയത്ത് പുറപ്പെടുവിക്കുന്നുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഇന്ന് വരാൻ പോവുകയാണ്. ഇന്നാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നു. ധാരാളം തൊഴിലവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗം വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നലകളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്നലകളിൽ ഞാൻ എഴുതിയ പരീക്ഷ എനിക്ക് കിട്ടിയില്ല എന്നോർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മളായ രീതിയിൽ തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഫലം എന്നായാലും നിങ്ങൾക്ക് മുന്നിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. 527/2024 527/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ലാസ്റ്റ് ഡേറ്റ് 29/1/2025. അപ്പോൾ ദിവസം ഇനി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവസാനത്തേക്കൊന്നും നിൽക്കണ്ട. ചിലപ്പോൾ സൈറ്റൊക്കെ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ പോയി എല്ലാ കാര്യങ്ങളും പ്രശ്നമാവും. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ വാക്കൻസികൾ ഓരോ ജില്ലയിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്, കട്ട് ഓഫ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിൽ, അപ്പോൾ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാനുള്ള താല്പര്യമെങ്കിൽ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുക. അവർക്ക് പിന്നെ വേറെ ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റ് കയറി സന്ദർശിച്ച് ഓരോ ജില്ലയിലും എത്രയാണ് ഈ ഒരു തസ്തികയ്ക്ക് വന്നിരിക്കുന്ന വാക്കൻസി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യുക. അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.